ചില രാജ്യങ്ങളിൽ ഇപ്പോഴും ടാറ്റു നിയമവിരുദ്ധമാണ്. അതിലൊന്നാണ് ദക്ഷിണ കൊറിയ. 2022 ദക്ഷിണ കൊറിയയിലെ പ്രശസ്തമായ ടാറ്റു കലാകാരന്മാരിൽ ഒരാളായ ഡോയ് എന്നറിയപ്പെടുന്ന കിം ഡോ യു കൊറിയൻ നടിക്ക് ടാറ്റു ചെയ്തു നൽകുന്ന വീഡിയോ വൈറലായിരുന്നു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ കിം ഡോ യുക്കിൽ നിന്ന് $5 ദശലക്ഷം പിഴ ഈടാക്കിയിരുന്നു. ഇത്തരത്തിൽ ടാറ്റു ചെയ്യുന്നത് രാജ്യത്ത് നിയമവിരുദ്ധമായതിനാലാണ് കിം ഡോ യുക്കെതിരെ കേസെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തത്. പച്ചകുത്തുന്നത് നിയമത്തിന് എതിരല്ലെങ്കിലും ദക്ഷിണ കൊറിയയിൽ ഇത് ഒരു മെഡിക്കൽ നടപടിക്രമമായി അംഗീകരിച്ചിരുന്നു. അതിനാൽ തന്നെ ലൈസൻസ് ഉള്ള മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് മാത്രമേ ടാറ്റു ചെയ്യാനുള്ള അനുമതിയുള്ളൂ. 1992 മുതൽ ദക്ഷിണ കൊറിയയിൽ മെഡിക്കൽ പ്രൊഫഷണലുകൾ അല്ലാത്തവർ പച്ചകുത്തുന്നത് നിയമവിരുദ്ധമാണ്. ടാറ്റു മഷിയും സൂചിയും മൂലമുണ്ടാകുന്ന അണുബാധയുടെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ദക്ഷിണ കൊറിയയിലെ സുപ്രീം കോടതിയാണ് അനുമതി മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് മാത്രം നൽകിയത്. നിയമം പാലിക്കാതെ ആരെങ്കിലും ഇത്തരത്തിൽ ടാറ്റു ചെയ്യുകയാണെങ്കിൽ അവർക്ക് ജയിൽ ശിക്ഷയോ കനത്ത പിഴയോ ലഭിക്കും. 17-ാം നൂറ്റാണ്ടുകളിൽ കുറ്റവാളികൾക്ക് ശിക്ഷയുടെ രൂപമായി ടാറ്റുകൾ കൊണ്ട് മുദ്ര കുത്തപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഇപ്പോഴും ദക്ഷിണ കൊറിയയിലെ യുവതലമുറകൾക്കിടയിൽ ടാറ്റുകൾ വളരെ ജനപ്രിയമാണ്. 2022 ബിസിനസ് ഇൻസൈഡർ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്ത് കുറഞ്ഞത് ദശലക്ഷം ആളുകൾക്കെങ്കിലും നിലവിൽ ടാറ്റു ചെയ്തിട്ടുണ്ടെന്ന് കൊറിയ ടാറ്റു അസോസിയേഷൻ കണക്കാക്കപ്പെടുന്നു. ദക്ഷിണ കൊറിയൻ സെലിബ്രിറ്റികളിൽ പോലും ടാറ്റു ചെയ്തിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അവർക്ക് അത് മറക്കേണ്ട ആവശ്യകതയും വന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ.